നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. പാറ ചേഞ്ച് ഇന്ന് തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. വിഷ്ണുറ ചോദ്യം എൻ്റെ ഉത്തരം. വിചാരിച്ച പോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബട്ട് അതിനു മുമ്പേ എല്ലാം നന്നായിരിക്കുന്നു സർ. ആൽമോസ്റ്റ് എല്ലാ സ്റ്റോക്സും ഫോർ എക്സാമ്പിൾ IDFC 7% ഏറിയിരിക്കുന്നു. ഗുഡ് ഫിനാൻസ് 6%, ഇൻഡസ്ഇൻഡ് 2%, ദി 2%, ഹീറോ മോട്ടോഴ്സ് 2%. ഇതൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇയർ ടു ഡേറ്റ് എടുത്ത് നോക്കിയാൽ ടാസ് ലിസ്റ്റിലിരുന്ന് 10% റിട്ടേൺസ് ഇരിക്കുന്നു സർ. ഇതിൻ്റെ ഒപ്പം ഡിവിഡൻഡും ചേരും. ഡിവിഡൻഡ് ചേർത്തുവെങ്കിൽ 12% റിട്ടേൺസ് ഇരിക്കും. പക്ഷേ നിഫ്റ്റി 5% തന്നെ സർ ഇരിക്കുന്നു. അതിൻ്റെ കൂടെ ഡിവിഡൻഡ് കൂടെ ചേർത്തെങ്കിൽ 4% വരും. നിഫ്റ്റിയെ നമ്മൾ കംഫർട്ടബിളായിട്ട് ബീറ്റ് ചെയ്യും 100%. സി അഗെയിൻ ഇത് വന്നിട്ട് ഒരു ഏർലി ഡേയ്സ് ആണ്. എന്നിട്ട് 5 വർഷം, 5 മാസം, 6 മാസം, ഇല്ല 1 വർഷം, എല്ലാ വർഷങ്ങളൊക്കെ പട്ടാസ് ലിസ്റ്റ് വിൽ ട്രെയിൽ ദ നിഫ്റ്റി ആൾസോ. അതേക്കുറിച്ച് എനിക്ക് വിഷമമില്ല. ഇന്നിലിരുന്ന് 15 വർഷം കഴിഞ്ഞ് പട്ടാസ് ലിസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നതാണ് എൻ്റെ വിഷമം. അവരിൽ അടിച്ചെന്ന് പറഞ്ഞതെല്ലാം തീരത്തില്ല. ഇറ്റ്സ് എ ടെസ്റ്റ് മാച്ച്. സം ഡേയ്സ് ആർ ഗുഡ്, സം ഡേയ്സ് ആർ ബാഡ്. ബട്ട് ഡോണ്ട് ഗെറ്റ് ഇൻ ടു മച്ച് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പെർഫോമൻസ്. ഈ PMS, മ്യൂച്വൽ ഫണ്ട്, ഇതിലൊക്കെ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ യു കമ്പയർ യുവർ സെൽഫ് വിത്ത് നിഫ്റ്റി. ഇത് വന്നിട്ട് നല്ലതല്ല. ഇത് നിങ്ങൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഓൺ ചെയ്യുന്നു, എൻ്റെ നഖക്കട എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ മരുന്ന് കട എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ബാങ്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നോക്കണമേ അല്ലാതെ ഇന്നത് എന്ത് വില എന്ന് നോക്കിയാൽ നിങ്ങൾ തുറക്കും. ഈ ഷൂട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് സാർ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു IDFC 7% ഏറിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പം സോ വാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അൺസാറ്റിസ്ഫൈഡ് ഒരു ലുക്ക് കൊടുത്തു. അതിന്റെ ഉത്തരം എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുന്നു. രൂപ കയറിയതിനൊക്കെ എന്ത് സന്തോഷപ്പെടുന്നു. നമ്മൾ 15 വർഷത്തിലെ കണക്ക് വെച്ചാണ് നോക്കേണ്ടത്. ഈ ബാങ്ക്സിൽ വരുമോ വരില്ല എന്നാണ് ചോദ്യം. അത് കാരണം 7% അയാൾ കയറി എന്ന് പറഞ്ഞു എനിക്ക് അത്ര വലിയ ഇത് ഒന്നും ഇല്ല. വെദർ ഹി വിൽ എൻഡ് അപ്പ് ഇൻ ദി ടോപ്പ് 5 പ്ലേസസ് ഇൻ ഇന്ത്യ. അത് തന്നെ ഗെയിം. നാട്കോവും റെഡ്ഡിയും റിവൽമെൻറ്റിന് ശേഷം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം 5 വർഷം കഴിച്ച് തന്നെ കിട്ടും. ഇത് കാരണം അത് ഇന്ന് കയറുകയോ ഇറങ്ങിയോ എന്നത് കുറിച്ച് നമുക്ക് വിഷമമില്ല. ബീയിങ് ക്യാപിറ്റൽ വന്നിട്ട് മണപ്പുറത്തിനെ എങ്ങനെ നടത്താൻ പോകുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനെ വിട്ടിട്ട് അത് 250 രൂപയ്ക്ക് പോയാ എന്നത് നമ്മൾ നോക്കുന്നത് തെറ്റാണ്. ഇന്ത്യൻ ബാങ്കും കയറിയിരിക്കും. എന്തുകൊണ്ട് കയറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഗോൾഡ് ലോണിന് ഒരുപാട് റിലാക്സേഷൻ കൊടുത്തായിരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ സഞ്ജയ് മൽഹോത്ര ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ബാങ്ക് ഇല്ല എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. അവർ ഒരു ഡ്രാഫ്റ്റ് റൂൾസ് കൊടുക്കുന്നു, പ്രഷർ വരുന്നു, ഫിനാൻസ് മിനിസ്റ്റർ പ്രഷർ ഇടുന്നു, അയാൾ ബൾട്ടി അടിക്കുന്നു. അവർ ബൾട്ടി അടിക്കുമെന്നും നമുക്കറിയാം. 75 വിത്ത് ഇൻട്രസ്റ്റ് പറഞ്ഞ ആൾ ഇവിടെ പോയായിരുന്നു, അത്രയും ദൂരം ബൾട്ടി അടിച്ചായിരുന്നു. ബട്ട് 2.5 ലക്ഷത്തിന് തന്നെ കൊടുക്കാൻ പറ്റുമെന്നും പറയുന്നു. അതിൽ നിങ്ങൾ പോയെങ്കിൽ 4 പേര് 2 ലക്ഷത്തിന് കൊടുത്ത് 10 ലക്ഷം രൂപ ആകും. 2.5 ലക്ഷം വരയ്ക്കും 85% ഇരിക്കുന്ന 4 പേരിൽ ഒരു അച്ഛനും അമ്മയും 2 കൊച്ചുങ്ങളെന്ന് വെച്ചാൽ 10 ലക്ഷം രൂപ ആയി. അപ്പൊ എന്റെ കണക്ക് 100 ഗ്രാം അങ്ങനെ പോയി വച്ചിട്ട് വരാം അല്ലേ സർ? ഇത് കാരണം ഈ 2.5 ലക്ഷം ലിമിറ്റൊക്കെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയും. അതായത് നിങ്ങളിവിടെ പൊസിഷനെ റിവേഴ്സ് ചെയ്യുന്നു, അത് നല്ലത് തന്നെ. വലിയ വലിയ കോർപ്പറേറ്റിന് കൊടുക്കുന്നത് കാട്ടിലും ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കാം. ഇതിൽ ഞാൻ വെരി ക്ലിയർ ആകും. എനിക്കറിയാം. എനിക്ക് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു നഹ കൊടുക്കുന്നു, അവർ കാശ് തരുന്നു, എനിക്കതിൽ റിട്ടേൺ വരണു, അത് തന്നെ എനിക്ക് ബിസിനസ്. എൻ്റെ ബിസിനസ് മോഡലിൽ ആ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കുന്നതേ അല്ലാതെ ഇന്നത് 5 രൂപ കയറിയ 10 രൂപ കയറിയാണെന്ന് ഞാൻ നോക്കുന്നതേ ഇല്ല. എനിക്ക് ഇന്ന് അത് ആവശ്യമില്ല. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തതുമില്ല, ഇന്ന് രാവിലെയും ചെക്ക് ചെയ്തിട്ടില്ല. വൈദ്യനാഥൻ്റെ മുകളിൽ ബെറ്റെങ്കിൽ ടോപ്പ് 5 ബാങ്കിൻ്റെ അകത്ത് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇൻഡസ്ഇൻഡ് ബാങ്കിനെ അയാൾ റീപ്ലേസ് ചെയ്യുമോ? അടുത്ത ചോദ്യം ഇൻഡസ്ഇൻഡിൽ ചോദിക്കാൻ തന്നെ വിചാരിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ റീപ്ലേസ് ചെയ്യുമോ? അതന്നെ വീക്കസ്റ്റ്. റീപ്ലേസ് ചെയ്യുമോ? ആക്സിസ് ബാങ്കിനെ റീപ്ലേസ് ചെയ്യുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇന്നലെ കിട്ടിയില്ല. അവർ വരുമെന്ന് വിചാരിച്ചാണ് വാങ്ങിയിരിക്കുന്നു. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അന്ന് തന്നെ വരും. സോ അത് കാരണം റെവൽമെൻറ്റിന് എന്താണ് ബാക്കി, റെവൽമെൻറ്റിന് ശേഷം 1 ഇയർ കഴിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു, അതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിതിനെ നോക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. നിങ്ങളെ മുഖം മാറിയതിപ്പം എനിക്ക് ആ അർത്ഥം മനസ്സിലായില്ല. എന്തിനാ നീ 1 ദിവസം 2 ദിവസം നീ ഇത്ര വളരെ സന്തോഷപ്പെടുന്നു എന്നതാണ് നിങ്ങളെ ഉത്തരം എന്ന് എനിക്ക് മനസ്സിലായി. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്കമ്മിന് അറ്റാച്ച്ഡ് ആയിരിക്കുന്നു. ഔട്ട്കം നിനക്ക് വില. ആ ഔട്ട്കമ്മിനാണ് നീ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു.
എനിക്ക് ഔട്ട്കം എന്തെന്ന് വെച്ചാൽ 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വാട്ട് വിൽ ഹാപ്പൻ? അണ്ടർസ്റ്റാൻഡ് സർ. ഇൻഡസ്ഇൻഡ് ബാങ്ക് അവർ വന്നിട്ട് 30-ാം തീയതിയിലകം പുതു സിഇഒ കൊണ്ടുവരണമെന്ന് വളരെ പ്രഷറിലിരിക്കുന്നു. തിരികെ വന്നിട്ട് പബ്ലിക് സെക്ടർ എക്സിക്യൂട്ടീവ്സിനെ അകത്ത് കൂട്ടിയിട്ട് വരുന്നു എന്ന് ഒരു ന്യൂസ് വന്നിട്ട് കൊണ്ടുവരാൻ ചാൻസസ് ഇരിക്കുന്നു, അവരെ തന്നെ നോക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംശയം എന്തെന്ന് വെച്ചാൽ സർ പബ്ലിക് സെക്ടർ ദായന്തകത്ത് പോകണ്ട എന്ന് പറയുന്നു, പക്ഷെ പബ്ലിക് സെക്ടർ എക്സിക്യൂട്ടീവിനകത്ത് കൊണ്ടുവന്ന പ്രോബ്ലം ഇല്ല സർ. ജെ സ്വാമിനാഥൻ എന്നാൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ബാങ്കിലെ എല്ലാ പ്രോബ്ലം തീർന്നു, നോർമൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നേരെ 850 840 വരെ പോയായിരുന്നു, റൈറ്റാ? സോ ബാങ്ക് നല്ല ബാങ്ക് എന്ന് ആര് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു? അതായത് റിസർവ് ബാങ്ക്. ഞാൻ പറഞ്ഞതിൽ രണ്ടാമത് നടന്നു. ഇവർ പിടിക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്കിൽ പ്രോബ്ലം നോട്ട് എംപ്ലോയി, പ്രോബ്ലം ഇസ് ദി ഓണർ. ഓണർ ഈസ് ഗവൺമെൻറ്. ഞാൻ ഗവൺമെൻറ് ആയിരുന്നെ എനിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്. അതായത് ഞാൻ ഗവൺമെൻറ്റിൽ ഇരുന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പബ്ലിക് സെക്ടർ ബാങ്കിലിരുന്ന് കറക്റ്റായ ആളെ പിടിച്ചുവെങ്കിൽ കെട്ടിയിട്ട് വെച്ചതുപോലെ കെട്ടിയിട്ടിരിക്കും. കെട്ടി വച്ചിരിക്കുന്ന കുതിരയെ അയച്ചുവിട്ട് അത് ഓടുന്നത് പോലെ കൂടെ ഓടാം. ആരെന്ന് നോക്കുന്നതേ അല്ലാതെ അയാളെ പബ്ലിക് സെക്ടർ അത് ഇതെന്ന് നോക്കുന്നതൊക്കെ ടൈം വേസ്റ്റാണ്. ഇപ്പോൾ ബുക്ക് വാല്യൂ വന്നിട്ടുണ്ട്. 1.5 ടൈംസ് ബുക്ക് വാല്യൂ പോകാൻ ചാൻസ് ഇരിക്കുന്നു. പോകണം. ഇത് നിങ്ങളെ പ്രഡിക്ഷൻ. ഉം. ഓക്കെ സാർ. അടുത്തത് വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സാർ. ഒരു മാസത്തിൽ ആവറേജ് നോക്കിയാൽ 15 to 16% കയറിയിരിക്കുന്നു. ഒരുപാട് ദിവസം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബാങ്ക് പോലെ ഒരു ഫീലിംഗ് ഇരുന്നു ഞങ്ങൾക്ക്. അഗൈൻ അതും ഗോൾഡ് തന്നെ. അതും ഗോൾഡ് തന്നെ, സുമാർ ലോൺ തന്നെ. അതിനും പി ആർ ശേഷാദ്രി ജോലിയെ കാണിക്കും. ഇത് വന്നിട്ട് കരൾ വ്യവസായ ബാങ്കിൻ്റെ ചാർട്ട് നോക്കിയാൽ ശേഷാദ്രിക്ക് 5 കൊല്ലം ടൈം കൊടുത്തുവെങ്കിൽ, വർഷം ടൈം വേണം. ഇത് ഹി ക്യാൻ പ്രൊഡ്യൂസ് ഒരു 8 മാസമോ 1 വർഷമോ ആയിരിക്കുന്നു. 4 to 5 years ടൈം കൊടുത്തുവെങ്കിൽ യു ക്യാൻ സീ റിസൾട്ട്സ് ഇൻ ഇന്ത്യൻ ബാങ്ക്.